എല്ലാവർക്കും മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന +1 അക്കൗണ്ടൻസിയുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ വെച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരിക്കും. കാരണം ഇത് പബ്ലിക് എക്സാമിനും ഇതേ മോഡലിൽ തന്നെ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ അതിൻ്റെ ആൻസർ സഹിതം കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പബ്ലിക് എക്സാമിന് ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം വരെ കൃത്യമായിട്ട് കാണുക. ജസ്റ്റ് പറഞ്ഞു പോവുക മാത്രമല്ല, നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം ഈ ഒരു ക്ലാസ്സിന് വേണ്ടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇതിൽ കാണിച്ചിരിക്കുന്ന PDF ആൻസർ കീ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ഇടുക. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, വാട്ട് ഡസ് ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡിക്രീസ് ഇൻ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ അതാണ് ശരിയെന്ന് നമുക്ക് തോന്നുമെങ്കിലും രണ്ടാമത്തെ ഓപ്ഷൻ കൂടി നോക്കുക, ദ എക്സ്പെൻസസ് അലോക്കേറ്റഡ് ഫോർ ദി യൂസ് ഓഫ് അസറ്റ്. നമ്മളൊരു അസറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 10 വർഷത്തേക്കാണ് ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ 10 വർഷമാണ് ഒരു അസറ്റിൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ ആയുസെങ്കിൽ ലൈഫെങ്കിൽ നമുക്ക് എത്രമാത്രമാണോ നമ്മൾ ആ ഒരു അസറ്റ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് തേയ്മാന ചെലവ് കണക്കാക്കിക്കൊണ്ട് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ അത് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതി ചേർക്കും. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പെൻസസ് അലോക്കേറ്റഡ് ഫോർ ദി യൂസ് ഓഫ് അസറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഓരോ വർഷം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തേയ്മാന ചെലവാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ശരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിക്രീസിനെ അല്ല, മറിച്ച് ആ ഒരു അസറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂയിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ ആ കുറവ് വരുന്നത് അതിൻ്റെ ഉണ്ടായ ചിലവ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് എഴുതുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് എഴുതുന്നതുകൊണ്ടാണ്. പിന്നീട് ആ ഒരു എമൗണ്ട് നീക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു അസറ്റ് അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ പുതിയൊരു അസറ്റ് ആ വിലയ്ക്ക് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ടിങ് മെത്തേഡ് മാച്ചസ് റവന്യൂ വിത്ത് എക്സ്പെൻസസ് ഇൻ ദി പീരീഡ് ദേ ഒക്കർ. അപ്പോൾ റവന്യൂവും എക്സ്പെൻസും തമ്മിൽ അപ്പോൾ ഏത് പീരീഡിലാണോ ഏത് കാലയളവിലാണോ ആ റവന്യൂ എക്സ്പെൻസ് ഉണ്ടാകുന്നത് അത് തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കുമ്പോൾ അതാത് വർഷത്തെ റവന്യൂവും അതാത് വർഷത്തെ എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് നമ്മൾ ക്യാഷായിട്ട് കൊടുത്തതാണോ അതോ നമ്മൾ കൊടുക്കാനുള്ളതാണോ എന്നുള്ളത് പരിഗണിക്കാതെ അത് ആ ഒരു വർഷത്തെ ആണെങ്കിൽ ആ വർഷത്തിന് ബാധകമായിട്ടുള്ള എക്സ്പെൻസ് ആണെങ്കിൽ നമ്മളത് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻകവും റവന്യൂവും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിന് പറയുന്ന പേര് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. നമ്മൾ എക്സ്പെൻസ് കൊടുത്തത് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻകം ക്യാഷായിട്ട് കിട്ടിയത് മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ അത് ക്യാഷ് ബേസിസ് ആണ്. അപ്പോൾ ഇവിടെ അത് പരിഗണിക്കാതെ അതാത് വർഷത്തെ റവന്യൂ എക്സ്പെൻസ് അത് പെയ്ഡ് അല്ലെങ്കിൽ റിസീവ്ഡ് എന്നുള്ളത് പരിഗണിക്കാതെ നമ്മളത് കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ പിക്ക് ഔട്ട് ദ റോങ് പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നതിൽ തെറ്റായിട്ടുള്ള ജോഡിയാണെന്ന് നോക്കുക. ലാൻഡും ബിൽഡിങ്ങും അത് ശരിയായിട്ടുള്ള ജോഡിയാണ്. 2 ഫിക്സഡ് അസറ്റാണ് അല്ലേ. ക്യാഷും സ്റ്റോക്കും അത് 2ഉം കറണ്ട് അസറ്റാണ്, കറക്റ്റാണ്. ഡെപ്റ്റേഴ്സും മെഷീനറിയും അല്ലേ, ഡെപ്റ്റേഴ്സും മെഷീനറിയും തെറ്റായിട്ടുള്ള ജോഡിയാണ്. കാരണം ഡെപ്റ്റർ ഒരു കറണ്ട് അസറ്റും മെഷീനറി ഒരു ഫിക്സഡ് അസറ്റുമാണ് അല്ലേ. D എന്ന് പറയുന്നത് കോപ്പിറൈറ്റും പേറ്റൻറ്റുമാണ്, അത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. 2ഉം കറക്റ്റായിട്ടുള്ള ജോഡിയാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഡെപ്റ്റേഴ്സും മെഷീനറിയുമാണ്. ദെൻ ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓണർ ഓഫ് എ ബിസിനസ് ഈസ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിലെ ഓണറെയും ബിസിനസ്സിനെയും രണ്ടായിട്ട് കാണണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ക്രെഡിറ്റർ ക്യാഷ് തരുന്ന പോലെയാണ്. അതായത് ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ടതാണ്, ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഓണറെ ക്രെഡിറ്റർ ആയിട്ടാണ് കരുതുന്നത്. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഒരു ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ക്രെഡിറ്റർ ആയിട്ടാണ് കാണേണ്ടത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ്. താഴെ പറയുന്നതിൽ കറക്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ചുകൊണ്ട് ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ്സിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താണ് കിട്ടുന്നത്, ലൈബിലിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അൺഫേവറബിൾ ബാങ്ക് ബാലൻസ് മീൻസ് അൺഫേവറബിൾ ആയിട്ടുള്ള ബാങ്ക് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് ബാലൻസ് അല്ലാതെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ലാത്ത അവസ്ഥ അല്ലേ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ക്രെഡിറ്റ് ബാലൻസിന് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ബാലൻസ് ഇല്ല, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അൺഫേവറബിൾ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസറായിട്ട് വരിക. ഫൈൻഡ് ദ ഓഡ് വൺ. താഴെ പറയുന്നതിൽ ഓഡ് വൺ ഏതാണ്. വേജസ് ഉണ്ട്, ഫാക്ടറി റെൻ്റ് ഉണ്ട്, ക്യാരേജ് ഇൻപെയ്ഡ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. സാലറി മാത്രം ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് അല്ലേ. ബാക്കി 3ഉം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ ഇവിടെ സാലറിയാണ് ആൻസറായിട്ട് വരിക.
പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ഡാഷ് ടു ദി അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിന് എന്താണ്, ബിസിനസ്സിൻ്റെ ഒരു അസറ്റാണല്ലേ. അത് നമ്മൾ കറണ്ട് അസറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റായിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന രീതിയിൽ നമ്മൾ അതിനെ കാണിക്കേണ്ടതാണ്. ദെൻ ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 9 to 13 അല്ലേ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വേജസ് പെയ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ഈസ് റോങ്ലി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. റൈറ്റ് റെക്ടിഫിക്കേഷൻ എൻട്രി. വേജസ് പെയ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്, ഡൊമസ്റ്റിക് പർപ്പസിന് വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വേജസ് ബിസിനസ്സിൻ്റെ പണം എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ജേണൽ എൻട്രി ശരിക്കും വരേണ്ടത് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ്. അതായത് അയാൾ ക്യാഷ് പിൻവലിക്കുന്ന പോലെ തന്നെയാണ് പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് പിൻവലിക്കുമ്പോൾ ഡ്രോവിങ്സ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ നമ്മൾ ചെയ്തത് വേജസ് അക്കൗണ്ടിൽ എഴുതി വെച്ചു. കമ്പനിയുടെ വേജസ് അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞാൽ ജേണൽ എൻട്രി വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ തെറ്റായിട്ടുള്ള ജേണൽ എൻട്രി എഴുതിയിരിക്കുന്ന വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. ശരിക്കും വരേണ്ടത് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു വേജസിനെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വേജസിനെ നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്യണം. ശരിക്കും വരേണ്ട ഡ്രോയിങ്സിനെ വരുത്താൻ വേണ്ടി ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു വേജസ് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. ക്യാഷിന് വരേണ്ട ക്രെഡിറ്റ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ, തെറ്റായിട്ട് ജനറലിയിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നോക്കുക, 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു വേജസ് അക്കൗണ്ട് എന്നാണ് ആൻസർ വരുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലെ അക്കൗണ്ടിങ് മെത്തേഡുകളും പോളിസികളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ തന്നെ കുറേ കാലങ്ങളിൽ നമ്മൾ പിന്തുടരണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് അല്ലേ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുക. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ദ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദി എൻ്റർപ്രൈസ് ഷുഡ് ബി യൂണിഫോം ആൻഡ് കൺസിസ്റ്റൻറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആ ഒരു ഫേം ഫോളോ ചെയ്യുന്ന പോളിസീസും എല്ലാം ഒരേപോലെ ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം. മാറ്റങ്ങൾ പെട്ടെന്ന് മാറ്റം വരുത്തരുത് എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക. സ്ഥിരത എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ. ദെൻ അടുത്തത് എ പോർഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഓൺ 31 December 2022. ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. അതിൽ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ട്രയൽ ബാലൻസ് ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫർദർ ബാഡ് ഡെപ്റ്റ് 1000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം എന്ത് ചെയ്യണം, ബാഡ് ഡെപ്റ്റ് 600 നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫർദർ ബാഡ് ഡെപ്റ്റും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1000 ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ നമ്മൾ സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 30,000 ഇന്നർ ക്വാളിറ്റി കാണിച്ചിട്ട് അതിൽ നിന്ന് 1000 ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ 1000 നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കാണിക്കണം അല്ലേ. അതാണ് എൻ്റെ ആൻസർ വരിക. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് 600 ഡെബിറ്റ് ചെയ്തു, ഫർദർ ബാഡ് ഡെപ്റ്റും നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നർ ക്വാളിറ്റിയിൽ 1000 കാണിച്ചിട്ട് രണ്ടുകൂടെ ഒരുമിച്ച് 1600 എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയാലും മതി. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ഇൻ്റർ കോളത്തിൽ 30,000 കാണിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ആ ഫർദർ ബാഡ് ഡെപ്റ്റ് 1000 രൂപ നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ള 29,000 രൂപയാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വരിക. ദെൻ എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഓഫ് നീള ട്രേഡേഴ്സ് പ്രിപ്പയർ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നോക്കുക, നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കണം. പർച്ചേസ്ഡ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് എഴുതേണ്ടത്, നമ്മുടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ക്രെഡിറ്റ് അല്ലേ, കടമായിട്ട് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു അൻസാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രേഡേഴ്സിൽ നിന്ന്. അപ്പോൾ അൻസാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് പേര് എഴുതിയിട്ട് ഇൻവോയ്സ് നമ്പർ എഴുതേണ്ട സ്ഥലത്ത് ഇൻവോയ്സ് നമ്പറൊക്കെ എഴുതുക. അതിനുശേഷം ഈ ഐറ്റം എഴുതിയിട്ട് ആ എമൗണ്ട് കൊണ്ട് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു പ്രൈസ് പെർ ഐറ്റം അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ നോക്കി എഴുതിയിരിക്കുന്നത് നോക്കുക, ഇങ്ങനെയാണ് പർച്ചേസ്ഡ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരയ്ക്കേണ്ടത്. ഡേറ്റ് കോളം ഉണ്ടായിരിക്കണം, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടായിരിക്കണം, ഇൻവോയ്സ് കോളം ഉണ്ടായിരിക്കണം, ഇൻവോയ്സ് നമ്പർ കോളം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഐറ്റത്തിൻ്റെ ഇൻവോയ്സ് നമ്പർ ഇവിടെ എഴുതുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ചെയ്തിരിക്കുന്ന 5 വാഷിംഗ് മെഷീൻ അല്ലേ അൻസാർ ലിമിറ്റഡ് എന്ന് ആദ്യം എഴുതിയിട്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ 5 വാഷിംഗ് മെഷീൻ അറ്റ് ദ റേറ്റ് ഓഫ് ₹6,290. 5 × 6,290 നമുക്ക് 31,450 വരും. 8 LED TV ഉണ്ട്. അപ്പോൾ 8 × 12,250 98,000 വരും അല്ലേ. ട്രേഡ് ഡിസ്കൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത് നമ്മളത് കുറച്ച് കളയണം. അപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് കൂട്ടി ഇപ്പുറത്തെ കോളത്തിലേക്ക് എഴുതുക. പിന്നെ SK ട്രേഡേഴ്സിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. 3 സാംസങ് മൊബൈൽ അല്ലേ 42,690 രൂപ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതുക അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പർച്ചേസ്ഡ് ബുക്കൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ക്വസ്റ്റ്യനിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ക്യാഷിന് വാങ്ങിക്കുന്ന ഐറ്റംസ് ചിലപ്പോൾ തന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ എടുക്കരുത് അല്ലേ, ഈ ഒരു ഐറ്റംസ് എടുക്കരുത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, എടുക്കാത്തതിന് കാരണം എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സോണി ട്രേഡേഴ്സ് ഓൺ 20th August 2022 ഫോർ ക്യാഷ് അല്ലേ. ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷിനെ വാങ്ങിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഇത് പർച്ചേസ്ഡ് ബുക്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിവിടെ കാണിക്കണം, ക്യാഷ് ബുക്കിലാണ് കാണിക്കേണ്ടത് അല്ലേ. നമുക്ക് പർച്ചേസ്ഡ് ബുക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മൈനസ് മാർക്ക് തെറ്റായിട്ട് എഴുതിയുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതാവുള്ളൂ.
ദെൻ കാൽക്കുലേറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാണെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ല. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ കാര്യങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം അല്ലേ. എന്നിട്ട് ബാലൻസ് ചെയ്യണം. ക്യാരേജ് ഔട്ട്വേഡ് നമ്മൾ എടുക്കരുത് അല്ലേ. ക്യാരേജ് ഔട്ട്വേഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തു, പർച്ചേസ് കൂട്ടി, അതിൻ്റെ കൂടെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വേജസ് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 40,000 കിട്ടും. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, സെയിൽസിൽ നിന്ന് ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ചാൽ മതി അല്ലേ. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സെയിൽസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 90,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 90,000-ൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് 47,000 രൂപ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. നമ്മളല്ലാതെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 47,000 ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. ദെൻ അടുത്തത് നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഇനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ടു ഫൈൻഡ് ഔട്ട് ഓപ്പറേറ്റിംഗ് റിസൾട്ട് അല്ലേ, നെറ്റ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ തുടങ്ങി കണ്ടുപിടിക്കുക. ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. അപ്പോൾ ഉള്ള 3 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ എഴുതിയാൽ മതി. ജേർണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ. താഴെ പറയുന്ന ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ 1,20,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 10,000. സോൾഡ് ഗുഡ്സ് ടു ലാലു അല്ലേ, ലാലു അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 5,000. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രികൾ വരിക. ദെൻ റെക്കോർഡ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിമ്പിൾ ക്യാഷ് ബുക്ക് അല്ലേ. സിമ്പിൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഫോർമാറ്റിൽ നമ്മൾ ക്യാഷ് ബുക്ക് വരയ്ക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞിട്ടുണ്ട്, അത് ടു ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്യാഷ് റിസീവ്ഡ് ഫ്രം മനു അല്ലേ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മനു എന്നാണ്. ടു മനു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ 6,000 എഴുതണം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുരളി ഫോർ ക്യാഷ് അല്ലേ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ മുരളി നമ്മളോട് പരിഗണിക്കേണ്ട ആവശ്യമില്ല, ക്യാഷിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷിനാണ്. അപ്പോൾ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞുകൊണ്ട് 7,000 ക്രെഡിറ്റ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ്. ടു സെയിൽസ് എന്ന് പറഞ്ഞ് ഇത് ഡെബിറ്റ് ചെയ്യണം. പെയ്ഡ് റെൻ്റ് ആണ്, റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ ബൈ റെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ടു റോഹൻ ഓൺ ക്രെഡിറ്റ്. അപ്പം ഗുഡ്സ് നമ്മൾ കടമായിട്ട് വിറ്റതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കടമായിട്ട് വിറ്റത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്യാഷ് ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇത് പരിഗണിക്കരുത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാഷ് ബുക്കിൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ആൻസർ കാണിക്കാം. ഇതാണ് വരുന്നത്. ബാലൻസ് നമ്മൾ എടുത്തെഴുതി. മനു സെയിൽസ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തു. പർച്ചേസും റെൻറ്റും നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 40,000 രൂപയാണ് ക്യാഷ് ബാലൻസ് ലഭിക്കുക. റൈറ്റ് ഇനി 3 കോസസ് ഓഫ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. മിക്കവാറും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു തിയറി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾ എഴുതി വയ്ക്കുക, പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മാർക്കായി കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അതായത് ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബാങ്ക് റീകൺസിലേഷൻ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞ ക്വസ്റ്റ്യൻ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് അല്ലേ, അതൊരു കാരണമാണ്. ദെൻ ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർഡ്. ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ബൈ ബാങ്ക് ഓൺലി ഷോൺ ഇൻ പാസ്ബുക്ക് അല്ലേ. ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ക്യാഷ് ബുക്ക്. അപ്പോൾ ഇത് തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ മാർക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കോസസ് ഓഫ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ലേ, അല്ലെങ്കിൽ ബാങ്ക് റീകൺസിലേഷന് വരയ്ക്കുന്നതിൻ്റെ കോസസ് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ് കാരണമായ കാരണങ്ങൾ തുടങ്ങി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ നോക്കുക. ബാങ്ക് റീകൺസിലേഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അതെവിടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 മാർക്ക് അങ്ങനെ തന്നെ ലഭിക്കും കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. മിക്കവാറും എക്സാമിന് അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ അടുത്ത പബ്ലിക് എക്സാമിന് സംഭവിക്കുകയാണെങ്കിൽ അത് എഴുതുന്ന കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ മെൻഷൻ 3 ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസസ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എഴുതുന്നതിന് കുഴപ്പമില്ല. ഇനി പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിയറി ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെക്കണം. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലേ. പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റമാണ്. അതുകൊണ്ടാണ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
റിസർവ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ റിസർവിലേക്ക് എമൗണ്ട് നീക്കി വയ്ക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. തന്നെ അത് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഓർ നോൺ പർപ്പസിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നീക്കി വയ്ക്കുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് തുടങ്ങിയ ബാഡ് ഡെബ്റ്റിന് വേണ്ടിയാണ് പ്രൊവിഷൻ നീക്കി വയ്ക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ അറിയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ പർപ്പസിന് വേണ്ടിയാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളത് മാറ്റി വയ്ക്കുക. ദെൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് നീക്കി വയ്ക്കേണ്ടതാണ്. പക്ഷേ റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, പ്രോഫിറ്റിൽ നിന്നാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാക്സിനെ കുറയ്ക്കുന്നതാണ്, ടാക്സിനെ കുറവ് വരുത്തും, കാരണം ഒരു എക്സ്പെൻസായി ട്രീറ്റ് ചെയ്യുന്നു. റിസർവ് നീക്കി വയ്ക്കുന്നത് ടാക്സിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. ദെൻ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഈ പ്രൊവിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ റിസർവ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി, ലാഭവിഹിതം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. Then what are the closing entries? Give 2 examples of closing entries. Closing entries എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോസിംഗ് എൻട്രീസ് ആർ ദി എൻട്രീസ് മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ് ടു ക്ലോസ് ടെമ്പററി അക്കൗണ്ട് ബാലൻസ് അല്ലേ. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള അക്കൗണ്ട് ബാലൻസുകൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതുന്ന എൻട്രീസ് ആണ് ക്ലോസിംഗ് എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ടെമ്പററി അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ അക്കൗണ്ടുകൾ, എക്സ്പെൻസ് അക്കൗണ്ടുകളെല്ലാം ടെമ്പററി അക്കൗണ്ടുകളാണ്. അതായത് സാലറി, വേജസ് തുടങ്ങിയ എക്സ്പെൻസ് അക്കൗണ്ടുകൾ, കമ്മീഷൻ റിസീവ്ഡ്, ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് തുടങ്ങിയ റവന്യൂ അക്കൗണ്ടുകൾ, അതൊക്കെ ടെമ്പററി അക്കൗണ്ടാണ്. ഇതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് അതാത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അത് എവിടെ എഴുതും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതും അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി, ക്ലോസിംഗ് എൻട്രി ആയിട്ട് എക്സാമ്പിൾ ഇവിടെ ആൻസർ കീ പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് സാലറി ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ക്ലോസിംഗ് എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു വേജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു കമ്മീഷൻ അക്കൗണ്ട്, അതും ഒരു ക്ലോസിംഗ് എൻട്രിയാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ടു വേജസ് അക്കൗണ്ട് ക്ലോസിംഗ് എൻട്രിയാണ്. കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതും ക്ലോസിംഗ് എൻട്രിയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലൊക്കെ വരുന്ന ഐറ്റം വെച്ചുകൊണ്ട് നമുക്ക് ക്ലോസിംഗ് എൻട്രി എഴുതാവുന്നുള്ളൂ, ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ദെൻ റൈറ്റ് ദ അഡ്ജസ്റ്റിംഗ് എൻട്രി ഫോർ ദി ഫോളോവിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. താഴെ പറയുന്നതിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണല്ലേ. വേജസ് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ വേജസ് അക്കൗണ്ട് ടു വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് ജേണലിൽ വരുന്നത് അല്ലേ. വേജസ് അക്കൗണ്ട് ടു വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് ജേണലിൽ വരും. ഇനി രണ്ടാമത്തെ പ്രീപെയ്ഡ് സാലറിയിൽ നിന്ന് പ്രീപെയ്ഡ് സാലറി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണെന്ന് വെച്ചാൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്കത് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, സാലറി അക്കൗണ്ട് ടു പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ടു സാലറി എന്ന് എഴുതണം അല്ലേ. പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ടു സാലറി എന്ന് എഴുതണം, എങ്കിൽ മാത്രമാണ് സാലറി അക്കൗണ്ടിൽ നമ്മൾ ബൈ പ്രീപെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ അക്കൗണ്ട് കുറയുള്ളൂ. ഇനി അടുത്ത് നോക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആണല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആണെങ്കിൽ നമുക്ക് ഇതിനോട് ആഡ് ചെയ്ത് കിട്ടണം അല്ലേ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം അക്കൗണ്ട് ടു ഇൻകം അക്കൗണ്ട് എന്നാണ് അതിൽ വരിക. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതാണ്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻകത്തിൽ നിന്ന് കുറയേണ്ടതാണ് അല്ലേ. ഇപ്പോൾ ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതിൽ നിന്ന് കുറയേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ജേണൽ എൻട്രി എന്ത് ചെയ്യണം, അതിന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇൻകം അക്കൗണ്ട് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വീഴുക. ഇനി അടുത്തത് നോക്കുക, അടുത്തത് ഒരു ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ട് വരയ്ക്കാനുള്ള, അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് വരയ്ക്കാനുള്ളതാണ് അല്ലേ, ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ 1 ജനുവരി 2020 ദിയാൻ കമ്പനി പർച്ചേസ്ഡ് മെഷീനറി വർത്ത് ₹50,000. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം. ഓൺ 1 ജനുവരിയിലാണ് അത് വാങ്ങിച്ചിരിക്കുന്നതാരും പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ കമ്പനി ക്ലോസസ് ഇറ്റ് ബുക്സ് ഓൺ 31 ഡിസംബർ എവരി ഇയർ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ ജനുവരി 1, 2020 മുതൽ 31/12/2020 വരെയാണ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ ആ രീതിയിൽ വരാം കേട്ടോ. ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31 ആണെങ്കിൽ ഏപ്രിൽ 1 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതനുസരിച്ചാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് മെഷീനറി വാങ്ങിക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ മാസങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആ ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത് 1 ജനുവരിയിൽ തന്നെ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് 50,000-ന് 10% ഡിപ്രീസിയേഷൻ. പിന്നെ അതിനുശേഷം 2022 31 മാർച്ചിൽ അഡീഷണൽ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ 30,000-ന്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച ആ ഒരു മാസം മുതൽ ആ ഒരു ഇയർ എൻഡ് വരെയുള്ള മാസങ്ങളിലെ ഡിപ്രീസിയേഷൻ മാത്രം നമ്മൾ ഇതിന് കൊടുത്താൽ മതി അല്ലേ, ആ വർഷത്തെ കേസിൽ. അപ്പോൾ നമ്മൾ 31 മാർച്ചിനെ വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ മാർച്ച് കണക്ക് കൂട്ടേണ്ട, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അങ്ങനെ 31 ഒരു ഡിസംബർ വരെ അല്ലേ, ഡിസംബർ വരെയുള്ള
മാസത്തെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 9 മാസത്തെ ഡിപ്രീസിയേഷൻ ഏകദേശം വരും അല്ലേ. 9 മാസത്തെ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഷോ ദ മെഷീനറി അക്കൗണ്ട് 4 years, 4 വർഷത്തെ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കണം. 1/1/2020 മുതൽ അല്ലേ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് പിന്നെ നോക്കേണ്ടത്. ഇത് ഡിപ്രീസിയേഷൻ നമ്മൾ ഏത് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് അല്ലേ. അതായത് ഓരോ വർഷത്തെയും ഓപ്പണിംഗ് ബാലൻസ് മേലാണ് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കില്ല ഡിപ്രീസിയേഷൻ അത് ഓരോ വർഷം കുറഞ്ഞ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. നോക്കുക, മെഷീനറി അക്കൗണ്ട് ആദ്യം തന്നെ നമ്മൾ ജനുവരി 1, 2020 മെഷീനറി വാങ്ങിച്ചത് ടു ക്യാഷ് 50,000 നമ്മൾ എഴുതി. അതിനുശേഷം രണ്ടാമത് എഴുതേണ്ടത് ആ വർഷത്തിൻ്റെ അവസാനം ഡിസംബർ 31 ഈ ഒരു 50,000 മേൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 50,000 × 10%, 10/100, 5,000 ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ എഴുതണം. അതിനുശേഷം നമുക്ക് ആ വർഷത്തെ നമ്മൾ ക്ലോസ് ചെയ്യാം അല്ലേ. ആ വർഷം നമുക്ക് 50,000 കൊണ്ട് ഇറക്കി എഴുതി. ഇവിടെ നമുക്ക് 45,000 ബാലൻസ് കിട്ടും അല്ലേ. 50,000 - 5,000 40,000 ബാലൻസ് സി ഡിന്ന് എഴുതി ടോട്ടൽ ചെയ്തു. എൻ്റെ ഈ 40,000 നമ്മൾ വീണ്ടും അടുത്ത വർഷത്തെ 2021 ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് എഴുതി 40,000. അതിനുശേഷം നമ്മൾ 2021 ഈ ഒരു 40,000-ൻ്റെ 10% അല്ലേ. ഡിമിനിഷിംഗ് മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ അതാത് വർഷത്തിലെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡിപ്രീസിയേഷൻ വേണം നമ്മൾ കാൽക്കുലേറ്റ് എഴുതാൻ. 40,000-ൻ്റെ 10% 4,500 എഴുതും അല്ലേ. വീണ്ടും അത് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 40,500 കിട്ടും. അത് നമ്മൾ അടുത്ത വർഷം 2022 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി 40,500. അപ്പോൾ ഈ വർഷമാണ് നമുക്ക് പുതിയ മെഷീനറി വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ മെഷീനറി ഏത് വർഷമാണോ വാങ്ങിച്ചത് ആ വർഷത്തിൻ്റെ അക്കൗണ്ട് എത്തുമ്പോൾ നമ്മളവിടെ വാങ്ങിച്ചായിട്ട് കാണിക്കണം. ഇവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ മാർച്ച് 30-നാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. മാർച്ച് 30-ന് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ 30,000 കാണിച്ചു. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 40,500-ൻ്റെ ഫുൾ ഡിപ്രീസിയേഷൻ 40,500 × 10% ഫുൾ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഈ അഡീഷണൽ മെഷീനറി വാങ്ങിച്ചതിൻ്റെ 9 മാസത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ എണ്ണിയെടുക്കുക. അപ്പോൾ 9 മാസത്തെ ഡിപ്രീസിയേഷൻ ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. 40,500 × 10% അത് ഫുൾ ഡിപ്രീസിയേഷൻ. 30,000-ൻ്റെ അഡീഷണൽ മെഷീനറിയുടെ 9 മാസത്തെ അല്ലേ 10% × 9/12 2250. അപ്പോൾ രണ്ടുകൂടെ കൂട്ടിയാണ് 6,300 രൂപ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. രണ്ട് മെഷീനറിയും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. ഇത് ഒരുമിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം സാധാരണ പോലെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അതിങ്ങോട്ട് എടുത്തെഴുതുന്നു. ആവശ്യത്തിന് വീണ്ടും ഡിപ്രീസിയേഷൻ കൊടുക്കുന്നു. 64,200-ൻ്റെ 10% അല്ലേ. രണ്ട് മെഷീനോടും കൂടിയ എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 10% 6,420. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ബാലൻസ് ചെയ്യുന്നു അല്ലേ. അത് പിന്നെ അതുകൂടെ താഴോട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്ത് എഴുതിയാൽ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് 4 വർഷത്തെ മെഷീനറി അക്കൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കുക, പാസ്ബുക്ക് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 31 ജനുവരി 2025 പാസ്ബുക്ക് ഷോയുടെ ഡിപ്പോസിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ബാങ്കറാണ്, കസ്റ്റമർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം എന്ന് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ബാങ്ക് ബാലൻസ് പറഞ്ഞിരിക്കുന്നത് ഡിപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നത് 18,000 ആണ് അല്ലേ. താഴെ പറയുന്ന ഡിഫറൻസ് ആണ് കണ്ടത്. 3 ചെക്സ് ഇഷ്യൂഡ്, 3 ചെക്ക് ഇഷ്യൂ ചെയ്തു. 4,200-ൻ്റെ 3,400-ൻ്റെ 3,300-ൻ്റെ അല്ലേ. അതിൽ 3,400-ൻ്റെ ചെക്ക് വാസ് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അത് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി ഇതുവരെയും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പോൾ കസ്റ്റമർ ചിന്തിച്ചതുപോലെ കസ്റ്റമറുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം അല്ലേ. കസ്റ്റമർ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് കസ്റ്റമർ ഇഷ്യൂ ചെയ്തിരുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ബാങ്കിൻ്റെ ബാലൻസ് കുറഞ്ഞു കാണുമെന്നാണ് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് അല്ലേ. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ കസ്റ്റമർ അത് കുറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് കാണിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കാണിക്കേണ്ട ഐറ്റമാണ് നമ്മൾ 3,400 എന്നുള്ളത് കുറച്ച് കാണിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുക. അടുത്തത് 2 ചെക്ക് ഇഷ്യൂ ചെയ്തു. 2 ചെക്ക് ചെയ്താൽ ഡിപ്പോസിറ്റ് ചെയ്തു അല്ലേ, ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു. കിട്ടിയ ചെക്കാണ് അല്ലേ. കിട്ടിയ ചെക്ക് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടിയതായിട്ട് കരുതും. പക്ഷേ അതിലൊരു ചെക്ക് 4,000-ൻ്റെ ചെക്ക് ക്ലിയർ ചെയ്ത് വന്നിട്ടില്ല അല്ലേ. എന്നുവെച്ചാൽ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അത് കൂടിയതായിട്ട് കസ്റ്റമർ എഴുതിയിട്ടുണ്ടല്ലേ. അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ബാങ്ക് ബാലൻസ് കൂടിയെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് കളക്ട് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ള അയാൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് കൂടിയതെന്ന് അയാൾ പ്രതീക്ഷിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂട്ടി കാണിക്കണം അല്ലേ. അപ്പോൾ 4,000-ൻ്റെ ആ ഒരു ചെക്കിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി കാണിക്കേണ്ടത് ഓർക്കുക. അടുത്ത ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ബൈ ബാങ്ക് കസ്റ്റമർക്ക് വേണ്ടി ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്തു അല്ലേ. അപ്പോൾ അത് ബാങ്ക് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. 4,800 രൂപ ബാങ്ക് അക്കൗണ്ടിൽ കൂടിയിട്ടുണ്ട്. കസ്റ്റമർ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൂട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം അല്ലേ. 2,800 കുറച്ച് കാണിക്കേണ്ട എമൗണ്ടാണ്. then അടുത്തത് എന്താണ്, ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് ബാലൻസിൽ കുറവ് വരും അല്ലേ. കുറവാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ബാങ്കാണ് ആദ്യം അറിയുന്നത്, കസ്റ്റമർ അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, തിരിച്ച് കൂട്ടി കാണിക്കണം. അപ്പോൾ 100 രൂപ നമ്മൾ കൂട്ടി കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 6,200 നമുക്ക് 15,900 ആണ് അല്ലേ. 15,900 കിട്ടുക. അതായത് ഇത് തമ്മിൽ ഡിഫറൻസ് 15,900 കിട്ടും.
ദെൻ റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST ആൻഡ് FGST അല്ലേ. ട്രാൻസാക്ഷൻ ഒക്കേർഡ് വിത്തിൻ ഡൽഹിയാണ്. അപ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ട തിയറിയും ജേണൽ എൻട്രികൾ എങ്ങനെയാണ് എഴുതുന്നുള്ള പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് വെച്ചാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അത് തന്നെ നോക്കേണ്ടത് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ അതായത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ്. ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട്, ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട്. അതായത് 2 സ്റ്റേറ്റുകൾ തമ്മിലാണ് ഈ വാങ്ങലും വിൽപ്പനയും നടന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് IGST ആണ് ബാധകമായിട്ട് വരുന്നത് അല്ലേ. ഇവിടെ ഇത് ഒറ്റ സ്റ്റേറ്റിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് CGSTയും FGSTയും ആണ് ബാധകമായിട്ട് വരുന്നത്. ആ 2 കാര്യങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ജേണലിൽ എഴുതിയാൽ മതി. രാഹുൽ ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ് അല്ലേ. രാഹുൽ ഗുഡ്സ് വാങ്ങിച്ചു ഡൽഹിയിൽ, ഒരു വിത്തിൻ ദ സ്റ്റേറ്റ് നടന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമുക്ക് CGSTയും FGSTയും വെച്ചുകൊണ്ട് നമുക്ക് ജേണൽ എൻട്രി എഴുതി പൂർത്തിയാക്കണം അല്ലേ. 1 lakhൻ്റെ ആണ്. അപ്പോൾ 1 lakhൻ്റെ നമ്മൾ ആദ്യം എഴുതേണ്ടത് എങ്ങനെയാണ് നോക്കുക. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ 1 lakh എന്ന് എഴുതണം അല്ലേ. അതിനുശേഷം നമുക്ക് ഇൻപുട്ട് FGST നമ്മൾ പർച്ചേസ് ചെയ്തതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് FGST എന്ന് പറഞ്ഞ് എഴുതേണ്ടതാണ്. ഇൻപുട്ട് CGST എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ അത് 5000 വെച്ചാണ് വരുന്നത്. അതായത് 1 lakhൻ്റെ 5% അല്ലേ. 1 lakhൻ്റെ 5%, രണ്ടും 5% ആണ്. അപ്പോൾ 5000 വെച്ച് നമ്മൾ FGSTയും CGSTയും ഡെബിറ്റ് ചെയ്യണം എന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടോടെ ഇത് മൂന്നോടും കൂട്ടി 1,10,000 വരും അല്ലേ. അതാണ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ വാങ്ങിച്ചത്, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അയാൾ ക്രെഡിറ്റർ, പേര് പറയാത്തതുകൊണ്ട് ക്രെഡിറ്റർ എന്ന് പറഞ്ഞ് എഴുതുക. ഇനി അടുത്ത നോക്കുക, ജേണൽ ഹി സോൾഡ് ദം ഫോർ, ഈ ഒരു ഗുഡ്സ് അയാൾ വിറ്റു 1,30,000 രൂപയ്ക്ക് വിറ്റു അല്ലേ. സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ്, കടമായിട്ടാണ് വിറ്റത്, വിത്തിൻ ദ സ്റ്റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിൽക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് FGST എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് അല്ലേ. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഡെപ്റ്റേഴ്സ് എന്നുള്ള പേര് എഴുതുക. ഡെപ്റ്റേഴ്സ് നമ്മൾ വിറ്റ് ചെയ്യുമ്പോൾ ക്യാഷും കൊടുത്ത് തരാനുള്ള വ്യക്തി അല്ലേ. ഡെപ്റ്റർ അക്കൗണ്ട് ഡെറ്റർ 1,42,500 ആണ് അങ്ങനെ എഴുതുന്നത്. അതെങ്ങനെയാണ് വരുന്നത്, ടു സെയിൽസ് 1,30,000 സെയിൽസ്, അതിൽ 5% വെച്ച് ഔട്ട്പുട്ട് FGSTയും ഔട്ട്പുട്ട് CGSTയും വരും അല്ലേ. അപ്പോൾ വിൽപ്പന നടന്നുകൊണ്ടാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. വാങ്ങിച്ചപ്പോൾ നമ്മൾ എന്ത് എഴുതി, ഇൻപുട്ട് എന്ന് എഴുതി അല്ലേ. ഇത് രണ്ടും ഡെബിറ്റാണ് ചെയ്യുന്നത്, ഇത് രണ്ടും ക്രെഡിറ്റാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വ്യത്യാസം ഓർത്തിൽ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. then അടുത്തത് പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് ട്രാൻസ്പോർട്ട് ചാർജസ് കൊടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. 8,000 ട്രാൻസ്പോർട്ട് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചാർജ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ, അത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. 8,000 ആണ്. അതിൻ്റെ നമ്മൾ ഇൻപുട്ട് FGSTയും ഇൻപുട്ട് CGSTയും അല്ലേ. എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അതിൻ്റെയും ഈ ഒരു ഇൻപുട്ട് FGSTയും ഇൻപുട്ട് CGSTയും ആഡ് ചെയ്ത് 400 വെച്ച് ആഡ് ചെയ്ത് 8,800 രൂപ ക്യാഷ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുകയും വേണം അല്ലേ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോളോവിങ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കൺസർവേറ്റീവ്സും അല്ലേ, പിന്നെ മണി മെഷർമെൻറ്റ്, കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഇത്രയും നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കൺസർവേറ്റിസം എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓൾ ആൻറ്റിസിപ്പേറ്റ് ലോസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ലോസസും നമ്മൾ പരിഗണിക്കണം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിനുകൾ, നമ്മൾ ഇതുവരെ കിട്ടാത്ത ഗെയിന്, പ്രോഫിറ്റ്, ഇതെല്ലാം ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ദെൻ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത് പണത്തിനോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവുള്ളൂ അല്ലേ, വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് മണി ഓർ മണി സ്മാർട്ട്. ദെൻ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, അത് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, റിപ്പീറ്റേഷനാണ്. അക്കൗണ്ടിങ് പോളിസി, കമ്പനി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസും മെത്തേഡ്സും ഒക്കെ എന്ത് ചെയ്യണം, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് കുറേ കാലത്തേക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് മാറ്റം വരാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. മെറ്റീരിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫാക്ട്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് മെറ്റീരിയൽ കോൺസെപ്റ്റ് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, റെലവൻസ് ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടായിരിക്കണം, കമ്പയറബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. അതിൻ്റെ ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ സഹിതം, ഒറ്റ സെൻറ്റൻസിലുള്ള ഡിസ്ക്രിപ്ഷൻ സഹിതം കൊടുക്കുകയും ചെയ്യുക. ദെൻ അടുത്തത് 6 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോവിംഗ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2024 അല്ലേ. അപ്പോൾ നോക്കുക ഏതൊക്കെയാണ് ഓരോ ഐറ്റം എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, വേജസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, റെൻറ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് അലൗഡ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബാഡപ്സ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഫാക്ടറി റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. വെറുതെ റെൻ്റ് എന്ന് മാത്രമാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഫാക്ടറി കൂട്ടിയാണ് വരുന്നതെങ്കിൽ, ഫാക്ടറി റെൻറ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്യാരേജ് ഔട്ട്വേഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. ക്യാരേജ് ഇൻവേഡ് ആയിരുന്നെങ്കിൽ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 12,000 രൂപ, നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം അല്ലേ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ
വേജസിൻ്റെ കൂടെ ട്രേഡിംഗ് അക്കൗണ്ട് വേജസിൻ്റെ എമൗണ്ട് എത്രയാണ് 5000 ആണല്ലേ 5000ത്തിൻ്റെ കൂടെ ഈ ഒരു 500 കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ 5500 എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം കൂടാതെ ഈ 500 രൂപ നമ്മൾ എന്ത് ചെയ്യണം അത് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ അല്ലേ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ലൈബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യണം റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ റെൻറ്റ് എന്ത് ചെയ്യണം അത് നമ്മൾ കുറച്ച് കളയേണ്ടതാണ് അല്ലേ അപ്പോൾ നമ്മളത് റെൻറ്റ് അക്കൗണ്ട് എവിടെയാണ് വന്നിരിക്കുന്നത് റെൻറ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലാണ് അല്ലേ അപ്പോൾ നമ്മൾ 6000 നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 6000 നിന്ന് ഈ 600 രൂപ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ബാലൻസ് ഷീറ്റിൽ അത് ലൈബിലിറ്റി സൈഡിലും ഈ 600 രൂപ കാണിക്കേണ്ടതാണ് ഫർദർ ബാഡപ്റ്റ് ഉണ്ട് 900 അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക നിലവിലുള്ള ബാഡപ്റ്റിനൂടെ ആഡ് ചെയ്ത് കാണിച്ച് വയ്ക്കുക അതിനുശേഷം ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് അല്ലേ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയും വേണം ഇവിടെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് നമ്മൾ 900 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ ഇതേ രീതിയിലാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് നമുക്ക് നോക്കുക ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് 20000 രൂപ പർച്ചേസ് 28000 രൂപ വേജസിന് കൂടെ 5000 കൂടെ 500 ആഡ് ചെയ്ത് 5500 പറഞ്ഞു ഫാക്ടറി റെൻ്റ് കൂടെ കൊടുക്കണം അതിനുശേഷം ബൈ സെയിൽസ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് 16500 ആണ് അല്ലേ ഇനി നമുക്ക് ഈ 16500 ഇങ്ങോട്ട് എടുത്ത് എഴുതണം ബൈ ഗ്രോസ് പ്രോഫിറ്റ് BD എന്ന് പറഞ്ഞുകൊണ്ട് റെൻറ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യണം അതിൻ്റെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അല്ലേ അഡ്വാൻസ് ആയിട്ട് റെൻറ്റ് റിസീവ് ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി 5400 എഴുതണം ഡിസ്കൗണ്ട് അലവ് ചെയ്തത് ഡെബിറ്റ് ചെയ്യണം ക്യാരേജ് ഔട്ട്വേർഡും ഡെബിറ്റ് ചെയ്യണം ബാഡപ്റ്റ് 5000 കൂടെ പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് 900 കൂട്ടിയിട്ട് 1900 എഴുതുക നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 10000 കിട്ടും അല്ലേ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അല്ലേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു അല്ലേ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് മാത്രം പറഞ്ഞുകൊണ്ട് അത്രയും ചെയ്താൽ മതി ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ മറ്റൊന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് അല്ലേ ട്രയൽ ബാലൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക ഒരു എമൗണ്ടും ഡെബിറ്റ് എമൗണ്ടുകളും മറ്റൊന്ന് ക്രെഡിറ്റ് എമൗണ്ടുകളും പിന്നെ ഒരു പർട്ടിക്കുലേഴ്സും അല്ലേ എന്നിട്ട് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചങ്ങോട്ട് എഴുതിയാൽ മതി ക്യാപിറ്റൽ ക്രെഡിറ്റ് എമൗണ്ട് വളർത്തി എഴുതണം മെഷീനറി ഡെബിറ്റ് എമൗണ്ട് വളർത്തി എഴുതണം പോൾ ഡെപ്റ്റർ അസറ്റാണ് ഡെബിറ്റ് എമൗണ്ട് വളർത്തി എഴുതുക സെയിൽസ് ക്രെഡിറ്റ് എമൗണ്ട് വളർത്തി എഴുതുക ക്യാഷ് അസറ്റാണ് ഡെബിറ്റ് വേജസ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് പർച്ചേസ് അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കരുതാം ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ സെയിൽസിന് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് സെയിൽസ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് എമൗണ്ട് വളർത്തി എഴുതണം പർച്ചേസ് റിട്ടേൺ പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് എമൗണ്ട് വളർത്തി എഴുതുന്നത് പക്ഷേ പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് എമൗണ്ട് വളർത്തി എഴുതണം അല്ലേ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നതും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് എഴുതേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 1,86,000 രൂപയാണ് നമുക്കത് ടാലി ആയിട്ട് കിട്ടണം അല്ലേ ഇനി മറ്റൊന്ന് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ബാലൻസ് പറഞ്ഞിട്ടുണ്ട് പ്രിൻറ്റിംഗ് ചാർജസ് പോസ്റ്റേജ് ടെലിഗ്രാം സ്റ്റേഷനറി അങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഇപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ അപ്രോപ്രിയേറ്റ് ഹെഡിൻ്റെ കീഴിൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് വരച്ചിട്ട് തയ്യാറാക്കണം അല്ലേ അപ്പോൾ എമൗണ്ട് റിസീവ്ഡ് നമ്മൾ ആദ്യം ഇവിടെ എഴുതണം 400 കിട്ടി ഡേറ്റ് എമൗണ്ട് കൂടെ രണ്ടാമതായിട്ട് എഴുതണം പർട്ടിക്കുലേഴ്സ് കോളം മൂന്നാമത്തെ എഴുതണം പിന്നെ വൗച്ചർ നമ്പറോട് എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കുക അതിനുശേഷം നമുക്ക് എമൗണ്ട് എത്രയാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട പേയ്മെൻറ്റുകളെല്ലാം നമ്മളിവിടെ എഴുതണം അല്ലേ പിന്നെ അതെല്ലാം ഓരോന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡിങ്ങിൻ്റെ കീഴിൽ എഴുതണം അല്ലേ പ്രിൻറ്റിങ് നമ്മൾ 40 രൂപ ഇവിടെ എഴുതണം അതിനുശേഷം സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊരു ഹെഡിങ് കൊടുത്ത് നമുക്കിവിടെ കാണിക്കാം അല്ലേ 40 രൂപ കാണിക്കാം പോസ്റ്റേജ് അതിവിടെ എഴുതണം പിന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാമിൻ്റെ കീഴിൽ 26 കാണിക്കണം ടെലിഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് അത് 30 ഇവിടെ കാണിക്കണം ഇവിടെയും കാണിക്കണം അല്ലേ സ്റ്റേഷനറി കാണിക്കണം അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ അതാത് ഹെഡിങ്ങിൽ എഴുതിയ ശേഷം ഈ ഒരു കോളം ടോട്ടൽ പേയ്മെൻറ്റ് കോളം നമ്മളിവിടെ കൂട്ടി എഴുതണം ഒപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ട് ഈ ഓരോ എക്സ്പെൻസുകളും കൂട്ടി നമ്മളിവിടെ ഡബിൾ ലൈൻ ചെയ്ത് കാണിക്കണം അല്ലേ അതിനുശേഷം ബാലൻസ് 400 രൂപയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ 400 332 രൂപ നമുക്ക് ചിലവായി ബാലൻസ് എത്രയുണ്ട് 68 രൂപ വരുന്നത് അല്ലേ അത് ബാലൻസ് CD എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് വെച്ച് ഇവിടെ എഴുതണം അല്ലേ അത് തന്നെ നമ്മളിങ്ങോട്ട് ഈ 400 ഇവിടെ എഴുതുക അതിനുശേഷം ബാലൻസ് BD എന്ന് പറഞ്ഞാൽ 68 രൂപ ഇങ്ങോട്ട് ഒന്ന് എഴുതി കഴിഞ്ഞാൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തു അപ്പോൾ വളരെ ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് അത്യാവശ്യം പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു പിന്നെയും പഠിക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് കൂടാതെ നമുക്ക് ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോഴും മുൻ വർഷങ്ങളിൽ ചോദ്യം പേപ്പർ വെച്ചുകൊണ്ട് ആ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നടത്തിക്കൊണ്ട് അത് ഓർഡറിലായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഒരു പാഠം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പഠിച്ചെടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുക കൂടാതെ നിങ്ങൾക്ക് PDF ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്